കുറച്ച് ദിവസം കൊണ്ട് ഇവനോട് നല്ലൊരു കൊതിയാട്ടാ. കൊതി മൂത്തപ്പോൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് ഉണ്ടാക്കുക തന്നെ ഉണ്ടാക്കി. അതിനായിട്ട് ഇവിടെ മുട്ട മാറ്റി വെച്ചേക്കുന്നുണ്ടോ. ഈ മൂന്നാലിൻ്റെ മുട്ട എങ്ങനെ എടുത്ത് പതപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിലെ ചേച്ചി പറഞ്ഞു സോഡാ പൗഡർ ഇല്ലെങ്കിൽ മുട്ട ഇതേപോലെ നല്ലപോലെ പതപ്പിച്ചെടുത്താൽ ആ കേക്കിന് നല്ല സോഫ്റ്റ് കിട്ടുമെന്ന്. പക്ഷേ വീട്ടിൽ പതപ്പിക്കാനുള്ള സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഫ്രോക്ക് യൂസ് ചെയ്തിട്ടാണ് പതപ്പിക്കുന്നത്. അങ്ങനെ പതപ്പിച്ചൊക്കെ കഴിഞ്ഞ് രണ്ടും കൂടെ വീണ്ടും മിക്സ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മണമൊക്കെ ഒന്ന് മാറാനായിട്ട് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും അങ്ങോട്ട് മിക്സിങ് തന്നെ. ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി തന്നെ മിക്സിങ് തന്നെ കേട്ടോ. പിന്നെ ഇവിടെ മൈദ പൗഡർ ഇട്ട് വീണ്ടും മിക്സിങ് തന്നെ. പിന്നെ ഇതൊരു ചോക്ലേറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓറിയോയും പിന്നെ ഹൈഡാൻസിക്കിൻ്റെ ബിസ്ക്കറ്റൊക്കെ ഞാൻ ഇവിടെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ചോക്ലേറ്റ് ലുക്കൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഇത് രണ്ടും കൂടെ വീണ്ടും ഒഴിച്ച് വീണ്ടും മിക്സ് തന്നെ. മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ക്ലോക്ക് വൈസ് തന്നെ മിക്സ് ചെയ്തോളണേ. പിന്നെ ബട്ടർ പേപ്പറൊക്കെ തേച്ച് ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിക്കുക. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ 10-ൻ്റെ 2 ഡയറി മിൽക്ക് യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങോട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് പിന്നെ ആ കുഴിയുള്ള ഭാഗമൊക്കെ നിരത്തി എടുത്തപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമായിരിക്കും. ചേച്ചി പറഞ്ഞൊക്കെ ശരിയാട്ടോ, സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. പിന്നെ താങ്ക് യു, ബൈ.